ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പള്ളിക്കറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാ തയ്യാറാക്കാം, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായം പറയാ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് പൊറോട്ടയാണ്. അപ്പൊ അതിന്റെ വീഡിയോയും വഴിയെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമ്മുടെ പള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാളയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ചതച്ചതും തക്കാളിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇനി അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്, ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിന് നന്നായിട്ട് ഞെരടി എടുക്കണം കേട്ടോ. അപ്പൊ ആ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോഴാണ് ആ ഒരു എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞൊരു പരുവം നമുക്ക് കിട്ടുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ പൊടികളെല്ലാം കൂടി ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി ഞങ്ങളുടെ ഇവിടെ എല്ലാം കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നിങ്ങൾക്ക് ചേർക്കാം. ഈ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ് കേട്ടോ. നല്ലൊരു മണവും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഗരം മസാലയൊക്കെയാണ്. അപ്പം അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഇത് അധികാരം ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ. ഉലുവയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു മണവും നല്ല ഒരു എൻഹാൻസിങ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഞെരടി എല്ലാം കൂടി നന്നായിട്ട് എന്ത് ചെയ്യണം, മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നിങ്ങളിപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ബീഫ് എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പക്ഷേ ഇതിപ്പം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് നമ്മൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചൊന്ന് മിക്സാക്കി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി. അതുപോലെ നമ്മുടെ പള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം. നമുക്ക് അതിന് മുകളിൽ കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു ആ മല്ലിയിലയുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പള്ളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.